മിക്ക വിദ്യാർത്ഥികളും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചായിരിക്കും +2-ന് സയൻസ് എടുത്ത് പഠിക്കുന്നത്. +2-ന് സയൻസ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ചില എൻട്രൻസ് പരീക്ഷകളുണ്ട്. അത് ഏതൊക്കെയാണെന്നും അത് എപ്പോഴൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും വിശദമായി ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നു. അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് പാരാമെഡിക്കൽ സെക്ഷനാണ്, രണ്ടാമത്തത് അഗ്രികൾച്ചർ, മൂന്നാമത്തത് പ്യുവർ സയൻസ് ആൻഡ് റിസർച്ച്. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ലൈഡുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായ വെബ്സൈറ്റുകളുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻട്രൻസ് എക്സാം ഫോർ പാരാമെഡിക്കലാണ്. അതിലാദ്യത്തത് എയിംസ് ആണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഇതിനകത്ത് വരുന്ന കോഴ്സുകൾ BSc ഓണേഴ്സ് ഡിഗ്രിയാണ് ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, റേഡിയോഗ്രാഫി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഓപ്റ്റോമെട്രി, അനസ്തേഷ്യ ടെക്നോളജി തുടങ്ങിയവയാണ്. ഇതിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നീറ്റ് എക്സാം ആണ്. നീറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ്. എക്സാമിനേഷൻ നടക്കാറ് സാധാരണ മെയ് മാസത്തിലാണ്. അതിൽ രജിസ്ട്രേഷൻ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് MBBS, BDS, BAMS, BHMS, BUMS, അതുപോലെ BSc നഴ്സിംഗ്, പിന്നെ മറ്റ് വൊക്കേഷണൽ കോഴ്സുകളും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഗ്ലോബൽ അലൈഡ് ഹെൽത്ത് കെയർ എൻട്രൻസ് ടെസ്റ്റാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ മാസത്തിലാണ്. ഈ എൻട്രൻസിന് ശേഷം കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകളും അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകളുമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഗ്രികൾച്ചറിൻ്റെ എൻട്രൻസ് എക്സാമുകളെ പറ്റിയാണ്. അതിലാദ്യത്തത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷനാണ്. നോട്ടിഫിക്കേഷൻ വരുന്നത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ്. ഈ എൻട്രൻസിലൂടെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകൾ BSc ഓണേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, കമ്മ്യൂണിറ്റി സയൻസ് തുടങ്ങിയവയ്ക്കാണ്. ഇതിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പഞ്ചാബ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഈ എൻട്രൻസ് എക്സാമിലൂടെ കിട്ടുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് BSc ഓണേഴ്സ് ഇൻ അഗ്രികൾച്ചർ. അടുത്തത് ഒറീസ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജിയാണ്. നോട്ടിഫിക്കേഷൻ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ്. വെബ്സൈറ്റ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ കിട്ടുന്ന കോഴ്സുകൾ BSc ഇൻ അഗ്രികൾച്ചർ, കമ്മ്യൂണിറ്റി സയൻസ്, ഫോറസ്ട്രി മുതലായവയൊക്കെയാണ്. ഇനി പറയാൻ പോകുന്നത് എൻട്രൻസ് എക്സാം ഫോർ പ്യുവർ സയൻസ് ആൻഡ് റിസർച്ച് ആണ്. ISER, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നോട്ടിഫിക്കേഷൻ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ്. വെബ്സൈറ്റ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. കോഴ്സുകൾ എന്ന് പറയുന്നത് 5 years ഇൻ BSMS, അതുപോലെ കമ്പ്യൂട്ടേഷണൽ ഡാറ്റ സയൻസ്, എക്കണോമിക് സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് മുതലായ കോഴ്സുകളാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ് NICER. നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ്. 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MSc ആണ് ഇതിലൂടെ പഠിക്കാൻ സാധിക്കുന്നത്. MSc ഇൻ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. അതുപോലെ NICER വഴി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയും അതോടൊപ്പം PhDക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടി ഇതിനകത്തുണ്ട്. QET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റാണിത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് UG പ്രോഗ്രാമുകൾക്ക് വിളിക്കുന്നത്. രജിസ്ട്രേഷൻ വെബ്സൈറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. QET എൻട്രൻസിന് ശേഷം പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ BSc ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, എൻവയോൺമെൻറ്റൽ സയൻസ്, BBA, BCA, അതുപോലെ മറ്റ് UG പ്രോഗ്രാമുകളും ഇതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്.